സ്ഥലം രാമപുരം. ഈ ബിസിനസ്സിൽ വരുന്നതിന് ഒരു പ്രൈവറ്റ് കമ്പനി എംപ്ലോയി ആയിരുന്നു. 25 വയസ്സിൽ ജോലി അന്വേഷിച്ച് രാമപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയതാണ്. വണ്ടി കയറിയതാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് രാമപുരത്തേക്ക് തന്നെ വരാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നേ വരെ രാമപുരത്തേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഗ്രഹം 8 വർഷം മുമ്പ് ഇൻഡസ്വാ ബിസിനസ് തുടങ്ങിയപ്പോൾ ആ ആഗ്രഹം ഈ ഇൻഡസ്വാ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എനിക്ക് സാധിച്ചു തന്നു. അതാണ് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനും സ്വന്തക്കാരെ കാണാനും സ്വന്തക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും സ്വന്തം വീട്ടിലെ കുടുംബത്തിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ആഴ്ചയിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് അതിന്റെ ഒരു വലിയൊരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഈ അവസരം കേൾക്കാൻ നിങ്ങളെ ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ വിശ്വസിക്കുക. കാരണം ഈ അവസരം ഞാൻ 2 തവണ തട്ടി മാറ്റിയതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. 3ാമത്തെ തവണ ഞാൻ അവസരം അങ്ങോട്ട് പോയി കേട്ട് തുടങ്ങി. ആഴ്ചയിൽ ഒരു 500 രൂപ കിട്ടിയാൽ ഏറ്റവും നല്ല കാര്യം എന്ന രീതിയിൽ ജോലിയോടൊപ്പം തുടങ്ങി. എനിക്ക് അന്നൊരു ഹോം ലോൺ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 26 വർഷം വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ജോലിയുണ്ട്, ഓരോ മാസം ശമ്പളം കിട്ടുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ ആ ശമ്പളം തീർന്നു പോകും. ഇത് പോരാതെ വരുമ്പോൾ അടുത്ത കമ്പനിയിലേക്ക് മാറും. അവിടെയും ശമ്പളം കിട്ടി വരുമ്പോൾ അത് പോരാതെ വരും. കാരണം വർഷം തോറും ചെലവുകൾ വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഇങ്ങനെ പോയി ഒരു 50 വയസ്സായി. ഈ 50 വയസ്സിലാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ കൈകളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തപ്പോൾ ഐകോഫി എനിക്ക് ഡയബറ്റിക് നോർമലിലേക്ക് വന്നു. ഐപൾസ് കഴിച്ചപ്പോൾ എന്റെ വൈഫിന് യൂട്രസിന് സിസ്റ്റ് കംപ്ലീറ്റ് മാറി യൂട്രസ് റിമൂവ് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് പരിചയമുള്ള എല്ലാവർക്കും കൊടുത്തു. ഞായറാഴ്ച ഇറങ്ങി 4 പ്രൊഡക്റ്റ് വിറ്റപ്പോൾ 2000 രൂപ കിട്ടി. ഒരു മാസം 8000 രൂപ കിട്ടുകയാണെങ്കിൽ എന്റെ ലോണിന്റെ പകുതി അടയ്ക്കാം ഇൻഡസ്ട്രിയിലൂടെ എന്ന് വിചാരിച്ച് തുടങ്ങി. 4 മാസം പാർട്ട് ടൈമായിട്ട് ആരംഭിച്ചപ്പോൾ ഒരാഴ്ചയിലെ എന്റെ വരുമാനം 44,000 രൂപ. ഞാൻ ചിന്തിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. 26 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയിൽ നിന്നും ശമ്പളമായിട്ട് മാസം 50,000 രൂപ കിട്ടുന്നുണ്ട്. അറിയാത്തൊരു ബിസിനസ് പഠിച്ചു ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ആഴ്ചയിൽ 44,000 രൂപ കിട്ടുന്നുണ്ട്. ഏത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് ഈ ബിസിനസ് ഒരു കരിയറായിട്ട് ഏറ്റെടുത്തു. ഞാൻ മാത്രമല്ല, ആ സമയത്ത് എന്റെ മകന് വിപ്രോയിലും ടെക് മഹീന്ദ്രയിലും ജോലി കിട്ടിയിരുന്നു. 40,000 രൂപ ശമ്പളത്തിൽ 2 കമ്പനിയിലും ജോലി കിട്ടി. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അർജുൻ കെ വസന്തിലേക്ക് പരിചയപ്പെട്ടപ്പോൾ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന 24 വയസ്സുകാരൻ പയ്യനെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി. ഡിയർ ഫ്രണ്ട്സ്, ഒരു അച്ഛൻ ആഗ്രഹിച്ചതാണ് എന്റെ മകനും അതേപോലെ ഒരു വരുമാനം കിട്ടണം. അതുകൊണ്ട് എന്റെ മകന്റെ അപ്പോയിന്റ്മെന്റ് കീറിക്കളഞ്ഞ് എന്റെ മകനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്റെ മരുമകനെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്റെ കസിൻ സിസ്റ്ററെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്റെ ചേട്ടന്റെ മകനും ഈ ബിസിനസ്സിലുണ്ട്. എന്റെ എത്രയോ കുടുംബക്കാർ ഈ വേദിയിലിരിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ 1000 രൂപ മുതൽ 1.5 കോടി വരെ വരുമാനം വാങ്ങിക്കാൻ ഞാനൊരു കാരണക്കാരനായപ്പോൾ കഴിഞ്ഞ 104 മാസം കൊണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇൻഡസ്ട്രി അയച്ചു തന്നത് 2,15,00,000 രൂപയാണ്. 10 പൈസ മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ആ തീരുമാനം നിങ്ങളെ ദൈവം എടുപ്പിക്കുന്ന തീരുമാനമാണ്. നിങ്ങൾ അത് ഉറച്ചു നിൽക്കുക. 1 വർഷം നിങ്ങളെ വിളിച്ച വ്യക്തിയെ വിശ്വസിക്കുക. 1 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ പ്രോഗ്രാം ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. എന്നെ വിളിച്ചത് നല്ല എക്സൈറ്റ്മെന്റ് ആയത്. രാമോഹൻ സാറിന് വിളിച്ചതാണ് എക്സൈറ്റഡ്. കാരണം സ്വന്തം നാട്ടില് ഇവിടുന്ന് 2 കിലോമീറ്റർ 2 സ്റ്റോപ്പ് അല്ലേ, 2 സ്റ്റോപ്പ് അപ്പുറമാണെന്ന് പറഞ്ഞു. ഞാൻ കുതിച്ചു. വയനാട്ടില് ഒരു 10 പേരെ വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന. കാരണം വയനാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നാണ്. ഇവിടെ മലപ്പുറത്ത് ഇതേപോലെ ഒരു ക്രൗഡില് ഇവിടെ നിന്ന് വളർന്ന് വന്ന് ഇന്ന് കോടികൾ സമ്പാദിച്ച് അതേ നാട്ടില് ബിസിനസ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന രാമോഹൻ സാറിന് നല്ലൊരു കഴിവ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും നല്ലൊരു ക്രൗഡിനെ മലപ്പുറത്ത് ബിസിനസ്സുകാരുടെ നാടാണെന്നാണ് സാർ പറയുന്നത്. അദ്ദേഹം മലപ്പുറം ആയതുകൊണ്ട് അതിൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിവേ, എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു ധീരജ്. എന്റെ പേര് മണികണ്ഠൻ എന്നാണ്. എന്റെ വീട് വയനാട്ടിലാണ്. പഠനവും കാര്യങ്ങളും എല്ലാം വയനാട്ടിലായിരുന്നു. 10ാം ക്ലാസ് വരെ ഒരു ഗവൺമെന്റ്
സ്കൂളിൽ മലയാളം മീഡിയമാണ് പഠിച്ചത്. എൻ്റെ നാട്ടിൽ തന്നെ തിരുനെല്ലി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ജനിച്ചു വളർന്ന് പഠിച്ചത് 10 വരെ. അതിനുശേഷം പ്രീ ഡിഗ്രിക്കായിട്ട് കോഴിക്കോടേക്ക് വന്നു. അത് നമ്മുടെ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു. അതിനുശേഷം എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗിലായിരുന്നു. പ്ലേസ്മെന്റ് ആയിട്ട് നേരെ പോയത് ബാംഗ്ലൂരിലാണ്. അവിടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് IT കമ്പനി നെയിം ഇസ് വിപ്രോ. അതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് കാലം ആ IT മേഖലയിൽ തന്നെ നിന്നു. 2013 എൻഡില് എനിക്കൊരു കോള് കിട്ടി. ആ കോള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലൈഫിലെ ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്ന ഒരു കോളാണ് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വൺ ഓഫ് ദ മൈ ബെസ്റ്റ് ഫ്രണ്ട് കോൾ ചെയ്തു. എവിടെയാണുള്ളത്? ആസ് യൂഷ്വൽ ജോലിയുമായിട്ട് തിരക്കില്. എന്ന് കോഴിക്കോടേക്ക് വരും, എന്നും വരാൻ റെഡിയാണ്. കാരണം അങ്ങനെ ഒരു പേഴ്സണാണ് വിളിച്ചത്. സോ കം ടു ദിസ് സാറ്റർഡേ ഷുവർ. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തി. രാവിലെ ഒരു 11 മണിയായപ്പം ഒരു കോഫി ഷോപ്പിലിരുന്ന് അദ്ദേഹം ഈ ഒരു കമ്പനി എന്ന് പറയാനുള്ള കാരണം, അന്ന് കമ്പനിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. കമ്പനിക്ക് ഈ കാണുന്ന ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റുകളില്ല. ജസ്റ്റ് ഒരു പ്ലാൻ. ഇന്ന് ഇവിടെ അർജുൻ നമുക്ക് ഷെയർ ചെയ്തു തന്ന പ്ലാൻ. അതിൽ അർജുൻ ഓരോ പ്രൊഡക്റ്റിനെയും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അന്ന് പ്രൊഡക്റ്റിനില്ല, ഇറ്റ്സ് കമ്മിങ്. ഈ പ്രോജക്റ്റിൽ ഇന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, പേരുകളില്ല, ബട്ട് ഗുഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മളുടെ ഭാരതത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എന്ന് അന്ന് പറഞ്ഞു 2013 എൻഡില്. സോ ആ പറഞ്ഞ ബിസിനസ് പ്ലാനിലും ആ വ്യക്തിയിലും ഞാൻ വിശ്വസിച്ചു. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നത്തിങ്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. റെഡിയാണെന്ന് ചോദിച്ചു. കമ്പനി എന്ത് സ്റ്റാർട്ട് ചെയ്യും? മേ ബി 2014 ശരി, വെയിറ്റ് ചെയ്യാം. 2014 ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ പോയി. അദ്ദേഹം തിരിച്ച് കാലിക്കറ്റ് മലപ്പുറം അദ്ദേഹം വീട്ടിലോട്ട് പോയി. January 17th കമ്പനിയുടെ ലോഞ്ച് 2014. സോ എഗെയിൻ കോൾ. അന്ന് ബാംഗ്ലൂരിലാണ്. ആ ബാംഗ്ലൂരിൽ അന്ന് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് രണ്ടാമത് ഈ പേഴ്സണെ കണ്ടു. അവിടെ നിന്ന് ഹാൻഡ് ഷേക്ക് ചെയ്തു. 2014 February 4th സൈനപ്പ് ചെയ്തു. ഇന്ന് നിൽക്കുന്നത് 2025 August 1st വീക്കിലാണ്. ഈ പറയുന്ന കാലയളവ് കൊണ്ട് ഇതിൽ ഇന്ന് അർജുൻ പ്ലാൻ പറഞ്ഞതിൽ അർജുൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിലൊരു മാജിക്കൽ ഇൻകം ഉണ്ട്. വീക്കിലി ഇത്ര എമൗണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അച്ചീവ്ഡ്. വീക്കിലി ഇൻകം ആ 2,50,000 എത്തിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന്, none other than our first black diamond, Mr. Sujit Khan. Give a big round of applause. Thank you, Mr. ആ വ്യക്തിയിൽ മാത്രം വിശ്വസിച്ച് ബിസിനസ്സിനകത്ത് കയറി ലോങ് 11 years കംപ്ലീറ്റ് ചെയ്തു. 12th ഇയറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ലൈഫിൽ ഒരു വ്യക്തിയിൽ ചേഞ്ചസ് എന്തൊക്കെയാണോ വരാനുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ടും എന്റെ ലൈഫിലോട്ട് വന്നു. വീക്ക്ലി ഇൻകം എന്ന് പറയുന്നത് going to touch 2,50,000 and earn 2,50,000. ശേഷം വാഹനങ്ങൾ വേണം, അറ്റ്ലീസ്റ്റ് വാഹനം വേണം. സോ ഇപ്പം ഇത് 11 വർഷമായപ്പോൾ വാഹനങ്ങൾ എന്നതിനകത്തേക്കായി പർച്ചേസ് ചെയ്തു. ഒരു പോളോയിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫോക്സ്വാഗൺ പോളോയിലായിരുന്നു ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 2019 ഞാനൊരു എക്കോ സ്പോർട്ടിനകത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. സോ 2020 എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ പാൻഡമിക് ടൈം. എല്ലാവരും അകത്താണ്, ഞാനും അകത്താണ്, മീൻസ് എൻ്റയർ ഇൻഡസ്ട്രി അകത്താണ്. 2021 January 7th സെയിം എല്ലാവരും അകത്ത് തന്നെയാണ്. I purchased C-Class Mercedes-Benz 220D. Brand new. It was 54 lakhs. So, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു Mercedes-Benz മേടിച്ചു, BMW മേടിച്ചു, അതതിനകത്ത് വലിയ കാര്യമല്ല. ബട്ട് ഇറ്റ്സ് എ ടൈം ഇസ് വെരി ക്രൂഷ്യൽ. കാരണം 2020 നമ്മളെല്ലാവരും പാൻഡമിക് ആയിട്ട് അകത്താണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഇയർ നമുക്ക് മാർച്ചിലാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. April 1st എന്ന് പറയുന്നത് അത് ബിസിനസ് എന്റെ ബിസിനസ് ഇൻകം, എന്റെ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 58 lakh rupees. 58 എന്റെ കാറിന്റെ ചെലവ് എന്ന് പറയുന്നത് 54 lakh. ബാലൻസ് 4 lakh rupees അക്കൗണ്ടിൽ കിടന്നു. This is the opportunity, my dear friends. This is the opportunity. കോടികളുടെ കണക്ക് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? കോടികളുടെ കണക്ക്
കൂടിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ തിരിച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ടെൻസ്ഡ് ആണ്. 11 years ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ, 11 years ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ. ഇതിനിടയ്ക്ക് ഞാൻ 100 കണക്കിന് സ്റ്റേജുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 1000-കണക്കിനല്ല 10,000-കണക്കിന് ആളുകളുള്ള പ്രോഗ്രാമിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും എക്സൈറ്റഡും ഇത്രയും ടെൻസ്ഡും ആയിട്ടില്ല. കാരണം 11 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ നാട്ടിൽ എൻ്റെ ആളുകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ബിസിനസ് തുടങ്ങുന്നത് 11 വർഷം മുൻപായിരുന്നു. അന്ന് കേരളത്തിലൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതിനൊരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത കാലഘട്ടത്തില് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് പറയായിരുന്നു. അർച്ചനൊക്കെ പറഞ്ഞു നമുക്കത് തകർക്കണം അതാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളുമാണ് വന്നിരിക്കുന്നത്. അവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. സംസാരിക്കട്ടെ? ഒരു നല്ല കയ്യിൽ നിന്ന് പ്രചോദിപ്പിച്ചാൽ സംസാരിക്കും. ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ്, ഞാൻ ഈ മണ്ണിൽ വളർന്നവനാണ്, ഞാൻ ഈ മണ്ണിന്റെ പുത്രനാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ വിദ്യാഭ്യാസം ചെയ്തവനാണ്. എൻ്റെ വീട് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കിൽ നിന്ന് ആ കൈയടിക്കാൻ തെറ്റില്ല, കോട്ടയ്ക്കിൽ നല്ല സ്ഥലമാണ്. കോട്ടയ്ക്കാർ ഒരുപാട് പേര് തോന്നുന്നു. അപ്പോൾ കോട്ടയ്ക്കിൽ നിന്നാണ് ഞാനിവിടെ MSP സ്കൂളാണ് പഠിച്ചത്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ്, നൊസ്റ്റാൾജിയ വർക്കാവും എന്നൊക്കെ പറയാം. എന്തായാലും ഈ ബിസിനസ്സിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനായിരുന്നു. ഒരു പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്നെ ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നതിന് ഒരേ ഒരു കാരണം, നിങ്ങളെ ഇന്ന് നിങ്ങളെ സുഹൃത്തോ ബന്ധുവോ വിളിച്ചതുപോലെ 11 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, എന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 11 വർഷമായി അദ്ദേഹത്തിനോടൊപ്പം നടക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഈ കിരീടങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന, ഈ ഓപ്പർച്യൂണിറ്റി നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് സുജിത് ഖാൻ സാറിനോട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം, നമ്മളെല്ലാം മലപ്പുറംകാരാണ്. മലബാറിൽ ഒരു 10-20 വർഷം മുന്നേ, 30 വർഷം മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്, നന്നായിട്ട് ഇവിടെ എല്ലാം പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോടൊക്കെ പറയും നന്നായിട്ട് പഠിക്കണം. എന്താണ് നീ പഠിക്കാത്തത് ചോദിക്കാൻ അവൻ പറയും 10ാം ക്ലാസ് പാസ്സാണ്, ഒരു പാസ്പോർട്ട് എടുക്കണം, ഗൾഫിലേക്ക് പോകണം. ഹലോ, ഒരു കാലത്ത് ഇവിടെ ഗൾഫ് വാണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ശരിയല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫോർച്യൂണലി എന്റെ വീട്ടിൽ ഗൾഫുകാരുണ്ടായിരുന്നില്ല. പക്ഷെ ഗൾഫുകാരുടെ ജീവിതത്തിനോട് എനിക്ക് അന്നോട്ടേ ഒരു താല്പര്യം. കാരണം അവരിങ്ങനെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തിളങ്ങുന്ന ഷർട്ട് അല്ലെ, റാഡോടെ വാച്ച്, അടുത്തു കൂടെ പോകുമ്പോ അത്തറിന്റെ മണം അല്ലെ, ഒരു പ്രാവശ്യം പോയി തിരിച്ചിങ്ങ് വരുമ്പോഴേക്കും മണിമാളികകൾ പോകുന്നു. ഹലോ, ശരിയാണോ ഞാൻ പറയുന്നത്? വാഹനങ്ങൾ ഇറക്കുന്നു അല്ലെ. ഓരോ മലപ്പുറത്ത് ഓരോ പിഞ്ചു കുട്ടിയുടെ മനസ്സിലും ഗൾഫ് എന്ന് പറയുന്ന ഒരു സ്വപ്നമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ജീവിച്ച ആളാണ്, ഇന്നില്ലാത്ത തോന്നുന്നു എനിക്ക്. പക്ഷെ അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന മിഠായി അല്ലെ, പിസ്തേക്ക് എന്ന് കുട്ടികൾ ഇഷ്ടം പോലെ കഴിക്കും. അന്ന് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് പത്താവും പിസ്തേക്ക് കിട്ടുക അല്ലെ. വായിലിട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന മിഠായി എത്ര പേര് കഴിച്ചിട്ടുണ്ട്? കഴിച്ച് കൈ നോക്കി കാണട്ടെ. ഞാൻ മലപ്പുറം കഴിച്ചിട്ടില്ലേ? എന്തായാലും പറയുന്നത് വായിലിട്ട് കൊടുക്കുന്ന മാജിക് മിഠായി അല്ലേ, അതൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് കിട്ടുക. 2 മണിയാണ് ഫ്രണ്ട് തരാം. അത്ര 2 മണി, അത് 2 പൊട്ടുപോയി തീരും അല്ലെ. അതുപോലെ മുന മാറ്റുന്ന പെൻസിൽ അല്ലെ, കാണില്ലേ ഇങ്ങനെ മുന മാറ്റുന്ന. അന്ന് ഞാൻ നടരാട്ടിന്റെ പെൻസിലാണ്, അത് പകുതി കുറിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. അപ്പൊ ഇത് നല്ല മുന മാറ്റുന്നത്. ഇതൊക്കെ കണ്ടപ്പോ ജീവിതത്തില് അങ്ങനെ ഒരു ജീവിതം വേണം, അങ്ങനെ ഒരു ജീവിതം വേണം. എനിക്കും വേണം പളവള വരുന്ന ഷർട്ട്, എനിക്കും വേണം നല്ല അത്തറിന്റെ സ്മെല്ല്, എനിക്കും വേണം റാഡോടെ വാച്ച്, എനിക്കും വേണം ഒരു മണിമാളിക, എനിക്കും വേണം ഇതുപോലെ നല്ലൊരു കാറ്. ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ, ഒരു കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലോ. എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നു ജീവിതത്തിൽ മാറണമെന്ന്.
പക്ഷെ എന്താ ചെയ്യാ, എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിൽ നിന്നാരും കൊണ്ടുപോകാൻ എന്റെ അമ്മാവന്മാരും എന്റെ വീട്ടുകാരും മുഴുവൻ എംപ്ലോയീസാ. ഒരെത്തനില്ല അവിടെ എന്നെ കൊണ്ടുപോകാൻ. അപ്പൊ എന്റെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി. വീട്ടുകാർ എന്തോന്നു പറയും, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല ജോലി കിട്ടി അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് ഉപദേശം കിട്ടിയിട്ടത് കൈപൊക്കി? ധൈര്യമായി കൈപൊക്കി. മലപ്പുറം എന്താ പ്രശ്നം ഉണ്ടെന്നില്ല കൈപൊക്കി. എന്നോട് വൈരാഗ്യമുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എത്ര പേര് ഉപദേശം കൊടുക്കാറുണ്ട് കൈപൊക്കി കാണട്ടെ. ഹലോ, നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല മാർക്ക് വാങ്ങിയ നല്ല ജോലി കിട്ടിയ നല്ല ജോലി കിട്ടിയ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമോ? ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, പരമ്പരകളായിട്ട് നമ്മൾ കുട്ടികളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം ഇതാണ്. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല മാർക്ക് വാങ്ങിയാൽ നല്ല ജോലി കിട്ടും, നല്ല ജോലി കിട്ടിയ ജീവിതത്തിൽ രക്ഷപ്പെടാം. ഞാൻ പൊട്ടനാണല്ലോ, ഞാൻ വിശ്വസിച്ചു. ഞാൻ നന്നായിട്ട് പഠിച്ചു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, നല്ല ജോലി കിട്ടി. കുറച്ചു കാലം പണിയെടുത്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ജീവിതത്തിൽ ജോലി കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ പണാപണ ഷർട്ടും നല്ല വീടും നല്ല കാറൊന്നും ജോലിക്കാരന് പറഞ്ഞിട്ടുള്ളതല്ല. ജോലിക്കാരുടെ ജീവിതം എങ്ങനെ? കടം വാങ്ങുക, വീട്ടുക, കടം വാങ്ങുക, വീട്ടുക, കടം വാങ്ങുക. ഒരു കടം പിന്നെ അടുത്ത കടം, അത് വീട്ടാൻ വേണ്ടി പണിയെടുത്തു, അത് വീട്ടിയ അടുത്ത കടം. ഇങ്ങനെ കടം വാങ്ങി വീട്ടാനുള്ള ജീവിതം എനിക്ക് മനസ്സിലായി. രക്ഷയില്ല. പിന്നെ ഇതൊക്കെ ആർക്കാ കിട്ടിയത്? പിന്നെ ഒരു കാലഘട്ടം വന്നപ്പോൾ ബിസിനസ് ആക്കാൻ കിട്ടിയത്. ബിസിനസ് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷങ്ങളും കോടികളും മുടക്കാനുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ലക്ഷങ്ങൾ മുടക്കിയ ലക്ഷങ്ങൾ എടുക്കാം, കോടികൾ മുടക്കിയ കോടികൾ എടുക്കാം. എന്റെ കയ്യിൽ എവിടെ കോടികൾ? കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് വീട്ടിലെ പരിപാടി മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഈ കോടികൾ മുടക്കി കൂടി ബിസിനസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കോടി കൊണ്ട് മാത്രമേ വീട്ടിലുള്ളൂ. കോടികൾ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുഹൃത്തിന്റെ കോള് വരുന്നത്. ആ ദൈവദൂതൻ എന്നെ വിളിച്ചു. പക്ഷെ രസകരമായ കാര്യം, എടക്കരയെന്നാണ് വിളിച്ചത്. എന്നോട് വരാൻ പറഞ്ഞ എടക്കരേക്കല്ല, മലപ്പുറത്തേക്കല്ല, മഞ്ചേരിക്കലല്ല, കോയമ്പത്തൂരിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോയി. ഒരു വൈറ്റ് പേപ്പറിൽ ഈ ബിസിനസ് എനിക്ക് പറഞ്ഞു. ആഴ്ച 2 ലക്ഷം പറഞ്ഞപ്പോൾ ഞാൻ താത്തായി. 2 ലക്ഷം ആഴ്ച ദുബായ് പോയാൽ കിട്ടുമോ? മാസം 10 ലക്ഷം. ബികോക്കാരൻ എവിടെ കിട്ടാനോ മാസം 10 ലക്ഷം? ഹലോ, ശരിയാണോ? ഞാനിത് കേട്ടോടുകൂടി ഞാൻ താത്തായി ജീവിതത്തിൽ രക്ഷപ്പെടാം. ആഴ്ച 2 ലക്ഷം. എത്ര മുടക്കുണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഒരു മുടക്കൂല, ഫ്രീ. ലോകത്തിൽ ബിസിനസ് ഒക്കെ ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുമോ? പുള്ളി പറഞ്ഞു, പാൻ കാർഡ് ഉണ്ടോ, നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ, ആധാർ കാർഡ് ഉണ്ടോ, ബിസിനസ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടർ ആവാം. വേണ്ട പ്രൊഡക്റ്റുകൾ മേടിച്ചാൽ മതി. വാങ്ങുന്ന പ്രോഡക്റ്റുകൾ ഒന്നും വിറ്റ് നമ്മുടെ കാശ് തിരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഒന്ന് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒപ്പിട്ടു. ഞാൻ ബിസിനസ് ചെയ്യാം. ഹലോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഞാൻ ബിസിനസ് കാട്ടി. അത് കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മണ്ണിട്ട് മൂടി ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പുറത്തു വരാൻ തുടങ്ങി. എന്താണ്? പളപള മിന്നുന്ന ഷർട്ട്, അത്തറിന്റെ സ്മെല്ല്, നനിമാളിക, കാറ്, ബാങ്ക് ബാലൻസിന്റെ സ്വപ്നങ്ങൾ എനിക്ക് പുറത്തു വരാൻ തുടങ്ങി. ഞാൻ പുള്ളിയുടെ ഒരു ജീവിതം രക്ഷപ്പെടണം, കാശുണ്ടാക്കണം, 2 ലക്ഷം എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും ചോദിച്ചു. പുള്ളി പറഞ്ഞു, ലോകത്ത് ആളുകൾ കോടീശ്വരനായതിന് ഒരേ ഒരു സീക്രട്ടേ ഉള്ളൂ. ആ സീക്രട്ട് നിർത്തി ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പറഞ്ഞു തരണോ? വെറുതെ ഒന്നും പറയും. ആരും നാട്ടുകാരെ, കുടുംബക്കാരെ, ബന്ധുക്കൾ, അതൊക്കെ കഥയാണ്. പക്ഷേ ഞാൻ കച്ചവടക്കാരനാ. എന്നിട്ട് എന്തെങ്കിലും തന്നാലേ അങ്ങോട്ട് എന്തെങ്കിലും കാണട്ടെ. ആ പളപള മിന്നുന്ന ഷർട്ട്, അത്തറിന്റെ സ്മെല്ല്, പണി മാറി കേട്ടല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക് ചിക്കൻ പറയട്ടെ, ഒരു നല്ല കൈഡി കൂടി തന്നെ ലോകത്ത് പണം ഉണ്ടാക്കാൻ കോടീശ്വരൻ ഒറ്റ സീക്രട്ടേ ഉള്ളൂ. ഒറ്റയ്ക്ക് പണിയെടുത്തവരാരും ലോകത്ത് കോടീശ്വരന്മാരായിട്ടില്ല. ആരെല്ലാമാണോ ആളുകളെ വെച്ച് പണിയെടുത്തിട്ടുള്ളത് അവരാണ് കോടീശ്വരന്മാരായിട്ടുള്ളത്. ആലുക്കാസ് ജ്വല്ലറിയുടെ മാനേജർ കോടീശ്വരനല്ല, ആലുക്കാസ് ജ്വല്ലറിയുടെ ഓണറാണ് കോടീശ്വരൻ. കല്യാൺ ജ്വല്ലറിയുടെ മാനേജർ കോടീശ്വരനല്ല, കല്യാൺ ജ്വല്ലറിയുടെ ഓണറാണ് കോടീശ്വരൻ. ലുലു ഇന്റർനാഷണലിലെ മാനേജർ കോടീശ്വരനല്ല, യൂസഫ് അലിക്കാണ് കോടീശ്വരൻ. ശരിയാണോ? അപ്പൊ ഒറ്റയ്ക്ക് പണിയെടുത്താൽ നടക്കില്ല, ടീമിനെ വെച്ച് പണിയെടുക്കണം. നോർമലി ട്രഡീഷണൽ ബിസിനസ്സിൽ അങ്ങനെ ടീമിനെ വെച്ച് പണിയെടുക്കണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ സാറ് പറഞ്ഞു, ഇവിടെ അത് വേണ്ട. എന്ത് ചെയ്താൽ മതി? നിനക്ക് വേണമെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, ഒരു ടീം ഉണ്ടാക്കാം.
നീ ചെയ്താലും കിട്ടും, ടീം ഉണ്ടാക്കിയാലും കിട്ടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുള്ളവർക്കാ വേണ്ട ഈ ബിസിനസ് ചോദിച്ചു. പുള്ളി പറഞ്ഞു പണത്തിന് ആവശ്യമുള്ളവർക്ക് മുഴുവൻ ഈ ബിസിനസ് ചെയ്യാറുണ്ട്. ആർക്കാ ചെയ്യാൻ പറ്റുക? പണത്തിന് ആവശ്യം. പണത്തിന് ആവശ്യമുണ്ടോ? ശരിക്കും കുറച്ചു പേർക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സംശയമുള്ളവർക്കായിട്ട് മാത്രം ഞാൻ ചോദ്യം ചോദിക്കാം. സത്യം പറയോ? 5 വർഷമായി മലപ്പുറം വിട്ടിട്ട് 5 വർഷം മുന്നേ വിടുന്നതിന് മുമ്പ് സത്യസന്ധരായിരുന്നു. ഇപ്പോഴും അകത്തിനാണ് ನನ್ನ വിശ്വാസം. അപ്പോ സത്യം പറയോ? ഈ ഹോളിൽ കടമില്ലാത്ത EMI ഇല്ലാത്ത ആളുകൾ കൈകൊള്ളാം. ധൈര്യമായിട്ട് 1 2 3 4 5 6 7 8 9 കുറച്ചു പേർക്ക് ഇങ്ങനെയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. അയ്യോ ആ കട എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പൊ ഒക്കെ നടക്കാതാ കാശിന് ആവശ്യം വരാം. അപ്പൊ ആ കൈ പൊക്കി 6 പേർക്ക് നല്ലൊരു കൈ കൊടുത്തേ. ജീവികളാക്കി കാണാൻ പറ്റില്ല. കാരണം 5 വർഷം മുന്നേ ഇതേ ചോദ്യം ചോദിച്ചാൽ നമ്മളിൽ പലരും കൈ പൊക്കിയല്ലേ? ശരിയല്ലേ? 5 വർഷം മുന്നേ നമ്മൾ കടക്കാരായിരുന്നില്ല. കറക്റ്റല്ലേ? പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മളൊക്കെ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സത്യമല്ലേ? ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുന്നില്ല, കടങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണോ? എന്റെ സുഹൃത്ത് പറഞ്ഞതാ 10 വർഷം ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കൂടി പുതിയ കട ഉണ്ടാക്കുന്നതാണ് അർത്ഥം. അപ്പോ എല്ലാവരും പണത്തിന് ആവശ്യമുള്ള ഞാൻ നോക്കിയപ്പോ ഒക്കെ അഭിനയമാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം എത്ര കാശ് കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഒക്കെ അഭിനയമാണെന്ന് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് പ്ലാൻ കൊടുത്തു. നാട്ടുകാരല്ലേ വിശ്വസിക്കുമോ? നാട്ടുകാർ വിശ്വസിച്ചില്ല. അപ്പോ ഞാൻ ഈ പ്ലാൻ എന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞു. കുറെ പേര് കളിയാക്കി, കുറെ പേര് കുറ്റം പറഞ്ഞു, കുറെ പേര് പറഞ്ഞു എനിക്ക് ഭ്രാന്തായി പറഞ്ഞു, കുറെ പേര് പറഞ്ഞു മന്ദബുദ്ധിയാണ് പറഞ്ഞു, കുടുംബക്കാരൊക്കെ പറഞ്ഞു സുന്ദരേട്ടന്റെ മകന്റെ തലയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. നല്ല ചെക്കനായിരുന്നു, നന്നായി പഠിക്കുന്ന ചെക്കനായിരുന്നു, എവിടെയോ പ്രശ്നം പറ്റിയത്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും കൂടെ കയറി നിൽക്കുന്ന 2 സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവുമല്ലോ, നരകത്തേക്ക് ആണെങ്കിലും പോണ 2 സുഹൃത്തുക്കള്. അങ്ങനെ 2 സുഹൃത്തുക്കളുടെ പോലുള്ള പൊട്ടന്മാരുടെ കൂടെ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരെ അന്ന് രാത്രി ഞങ്ങൾ ജീവിതത്തിലോട്ട് ഇത്രയും കാലം ജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. എങ്ങനെ ജീവിക്കുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ചാണോ അഡ്ജസ്റ്റ് ചെയ്താണോ ജീവിക്കണേ? ഇനി വന്ന് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഈ ജീവിതം പോയ അടുത്ത ജീവിതം ഉണ്ടോ നമുക്ക് വരാൻ? ആർക്കാ അറിയാം? ജീവിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ ജീവിക്കണം തീരുമാനിച്ചു. ആ 2 4 8 ആക്കി 8 16 ഇന്ന് 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ 7 സംസ്ഥാനങ്ങളിലായിട്ട് 18,000 ആളുകൾ ഒറ്റയ്ക്ക് പണിയെടുത്ത കാശുണ്ടാവില്ല, ആളുകൾ കൂടെ നമുക്ക് പണിയെടുത്ത കാശുണ്ടാവും. 18,000 ആളുകൾ പണിയെടുക്കുന്നത് എനിക്ക് വരുമാനമായിട്ട് മാറി. ഈ 18,000 ആളുകൾ ഈ പ്രൊഡക്റ്റിൽ ഓരോ പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 250 രൂപ വെച്ച് ക്രെഡിറ്റ് ആവും. അങ്ങനെ അവർ ചെയ്യുന്ന എല്ലാം എനിക്ക് വരുമാനമായിട്ട് മാറിയപ്പോ ഞാനും ഈ ബിസിനസ്സിലൂടെ സ്വപ്നം കണ്ട ആ മാജിക്കൽ എമൗണ്ട് ഞാനും മേടിച്ചു. ആഴ്ചയിൽ 2.5 ആശയക്കാരുണ്ടോ? ഓ ഞാൻ 2.5 ലക്ഷം വാങ്ങിയവർ ഈ 2.5 ലക്ഷം വന്നെങ്കിൽ ഞങ്ങൾ സ്വാഭാവികം. 2 ലക്ഷം മാസത്രേ 10 ലക്ഷം അല്ലേ? അപ്പൊ 10 ലക്ഷം കിട്ടും. ഞങ്ങളത് കൈപ്പിടിക്കുന്നില്ല. ഇത് ഓം പ്രകാശിന്റെ കഴിവല്ലേ? ഞാനൊരു സാധാരണക്കാരൻ, 29 വയസ്സിലായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കഴിവുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് 30 കിട്ടേണ്ടതല്ലേ? 29 വയസ്സ് മുന്നേ കിട്ടേണ്ടതല്ലേ? അന്ന് കിട്ടിയില്ലല്ലോ. ഇനി ഞങ്ങളെ പോലെ 5 6 8 10 പേർക്കാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയാം. 20 30 പേർക്കാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണെന്ന് പറയാം. എന്നാൽ ഇത് 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമല്ല, അത് കഴിവല്ല. ഈ ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പമാണ്. ഒരു കാര്യം ആർക്ക് വേണ്ടി കയ്യിലെടുക്കുന്നത്? ഇന്ന് ഈ ഹാളിൽ തീരുമാനമെടുക്കുന്ന, എന്നെ പോലെ തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അടുത്ത 1 വർഷം കഴിഞ്ഞ് 2 വർഷം കിട്ടും. കയ്യടിക്കുന്ന എനിക്കല്ല, ഈ ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു കയ്യിൽ വെക്കണം. മാസം 10 ലക്ഷം കഥ 10 വരും. ഷട്ടല്ല കോട്ട് വന്നു. റാഡോ വാച്ച് വരുമോ? ഹലോ, റാഡോ വാച്ച് 1500 സ്ക്വയർ ഫീറ്റ് ലക്ഷറി ഫ്ലാറ്റും കൊച്ചിയിൽ പോകണം. ഈ ബിസിനസ്സിലൂടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പാദിച്ചു. 41 വയസ്സില് സ്വപ്നം കാണുന്നതെല്ലാം വെച്ചു.
അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ലൈഫ് കൊടുക്കാൻ സാധിക്കുന്നു. എന്നെ വിശ്വസിച്ച് എന്റെ കൈ പിടിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ ഭാര്യയെ റാണിയെ പോലെ നോക്കാൻ എനിക്ക് സാധിക്കുന്നു. എന്റെ കുട്ടികളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ്, നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം, CBSE സ്കൂളിൽ 13ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഇന്റർനാഷണൽ സ്കൂൾ, ചോയ്സ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു. ഒരു സുഖം, ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 5 സ്റ്റാർ ലൈഫ് സ്റ്റൈൽ. പണം മാത്രമാണോ? അല്ല, ജീവിതം കിട്ടി. ടൂർ വർഷം എത്ര പേരുടെ കൈകുട്ടി കാണണ്ടേ? ടൂർ ഒക്കെ ഇഷ്ടമല്ല, കൈകുട്ടികൾക്കൊക്കെ പോകാൻ പറ്റാത്ത അതൊക്കെ പോവാതിരിക്കട്ടെ. ആഗ്രഹമില്ലല്ലോ, അപ്പൊ പിന്നെ കൈകുക്കേണ്ട ആവശ്യമില്ല. ഭാവിക്ക് പശ്ചാത്തലത്തിന് ചാൻസ് കൊടുത്തരണോ? ടൂർ വിദേശ രാജ്യത്തിൽ കാണുന്ന ആഗ്രഹമുള്ളവരൊക്കെ ദൈവത്തെ കാണട്ടെ. ദൈവത്തിന് പേടിയില്ല. ഓക്കെ, ശരി, എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടല്ലേ? ഞാൻ ടൂർ പോകാൻ ആഗ്രഹിച്ചത് നമ്മൾ പെരുന്നാളിലൊക്കെയാണ് മാക്സിമം ടൂർ പോകും. 3 ദിവസത്തെ ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ 3 ദിവസം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ടൂർ പോകാൻ പ്ലാൻ ചെയ്യും അല്ലെ? നമ്മൾ 3 ദിവസം 4 ദിവസം പ്ലാൻ ചെയ്ത് പോകും. 2 ദിവസം കഴിയുമ്പോൾ കയ്യിലെ കാശ് തീരും. ഒരു ദിവസം ഫ്രണ്ട് നമ്മളോട് കൊണ്ടുപോകാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, വണ്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓണത്തിന് വിഷയം 2000 രൂപ അറേഞ്ച് ചെയ്തായിരിക്കും. വണ്ടിയിൽ എണ്ണടിച്ചാൽ നാട്ടിലേക്ക് വരും. ഇതായിരുന്നു സീനത്ത് എക്സ്ചേഞ്ചിന് മുന്നിൽ സെൽഫി ഇട്ടുണ്ട്. കോട്ടയങ്ങാടി സീനത്ത് എക്സ്ചേഞ്ച് എല്ലാവർക്കും അറിയില്ലേ? സീനത്ത് എക്സ്ചേഞ്ചിന് മുന്നിൽ സെൽഫി ഇട്ട് നടന്ന ഓംപ്രകാശ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ പോയത് 30 ഫോറിൻ ട്രിപ്പാ. ഞാന് പിസാഗോപുരത്തിന്റെ മുന്നിലും കൊളോസിയത്തിന്റെ മുന്നിലും ലോകാത്ഭുതങ്ങൾക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുത്തു. 13 രാജ്യങ്ങൾ. ഒരൊറ്റ തീരുമാനം ജീവിതമാണ്. ഒരൊറ്റ തീരുമാനം. നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങണ കാശ്, ഒരു ഓണത്തിന് ഡ്രസ്സ് വാങ്ങണ കാശുണ്ടെങ്കിൽ ജീവിതം മാറുന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവില്ലോ എന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ ഞാനന്ന് പറഞ്ഞു കുറെ കുടുംബക്കാരോട് കുറെ കുട്ടികളോട് നമുക്ക് മനസ്സിലായില്ല. ഓരൊക്കെ ബാങ്ക് അടുത്ത ബാങ്കിൽ എവിടെ ലോൺ കിട്ടാൻ നോക്കി നടക്കുകയാണ്. എന്റെ കൂടെ വിശ്വസിച്ച് വന്ന 6 പേരൊന്നും കോടീശ്വരന്മാരാണ്. 20ലധികം ആളുകൾ 50 ലക്ഷം രൂപ വരുമാനം മേടിച്ചു. 20 ലക്ഷം രൂപ വരുമാനം മേടിച്ച 60ലധികം ആളുകൾ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 10 ലക്ഷം രൂപ വരുമാനം മേടിച്ച 200ലധികം ആളുകൾ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 9 ലക്ഷം, 8 ലക്ഷം, 7 ലക്ഷം, 6 ലക്ഷം, 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം വാങ്ങുന്ന ആളുകളുടെ കണക്ക് എനിക്കറിയില്ല. പക്ഷെ ഓരോ ആഴ്ചയും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ എനിക്കറിയാം എന്റെ ടീമിൽ മിനിമം 5 പേരെങ്കിലും ലക്ഷപ്രഭുക്കളായിട്ട് മാറുന്നുണ്ട്, പുതിയ ലക്ഷപ്രഭുക്കളായിട്ട്. സോ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനം എന്റെ ജീവിതത്തിനെ മാത്രമല്ല മാറ്റിയത്, എനിക്ക് ചുറ്റുമുള്ള എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഇന്ന് നിങ്ങളെ വിളിച്ച വ്യക്തിയെ വിശ്വസിക്കാൻ തയ്യാറാവുക, ആ കൈകളൊന്ന് മുറുകെ പിടിക്കാൻ തയ്യാറാവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണെങ്കിൽ ഈ ബിസിനസ്സിനോടൊപ്പം അടുത്ത 1 വർഷം നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ അച്ചീവ്മെന്റുകളെ കുറിച്ചായിരിക്കും. അതിനുള്ള ബുദ്ധിയും ശക്തിയും സർവശക്തനായ ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. Wish you all success. Thank you very much.